JS ഫാം സന്ദർശിക്കാനെത്തിയാൽ പ്രവേശന കവാടത്തിന് പുറത്ത് വാഹനം പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ സ്ഥാപകനായ ജോയ് ചെമ്മാച്ചേലിൻ്റെ കട്ടൗട്ട് വെച്ചിരിക്കുന്നത് കാണാം. സിനിമാ സീരിയൽ അഭിനേതാവും JS ഫാം ഡയറക്ടറുമായ ജോയ് ചെമ്മാച്ചേൽ 2019 ഫെബ്രുവരിയിലാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. 50 രൂപ പ്രവേശന ഫീസ് അടച്ച് ഉള്ളിൽ പ്രവേശിച്ചാൽ രാവിലെ 8:30 മുതൽ വൈകുന്നേരം 7 മണി വരെ ആഴ്ചയിൽ എല്ലാ ദിവസവും ഇവിടെ എത്തി കാഴ്ചകൾ കാണാവുന്നതാണ്. പ്രവേശന ഫീസ് അടച്ച് ഉള്ളിൽ പ്രവേശിച്ചാൽ വിവിധ നിർമ്മിതികളും ചെമ്മാച്ചേൽ തറവാടും മറ്റ് കാഴ്ചകളും കണ്ടു തുടങ്ങാം. പ്രവേശന കവാടത്തോട് ചേർന്നു തന്നെ സ്ഥാപകനായ ജോയ് ചെമ്മാച്ചേലിൻ്റെ കട്ടൗട്ടും വെച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ നീണ്ടൂരിൽ 28 ഏക്കറിൽ പരന്നു കിടക്കുന്ന ജൈവ വൈവിധ്യ കാർഷിക ഫാമാണ് JS ഫാം. കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിനും പ്രാധാന്യം നൽകുന്ന ഇവിടം സസ്യജന്തു വൈവിധ്യത്തിൻ്റെ വിസ്മയകരമായ കാഴ്ചകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. വിവിധ മൃഗങ്ങളുടെ ശില്പങ്ങളും പത്തായവുമൊക്കെ കണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ചിൽഡ്രൻസ് പാർക്ക് കാണാം. മഹാത്മാഗാന്ധിയുടെ നാമത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പാർക്കിൽ കുട്ടികളോടൊപ്പം പാർക്ക് സന്ദർശിക്കാൻ എത്തുന്നവർക്ക് ആസ്വാദയോഗ്യമായ പല റൈഡുകളും സന്ദർശിക്കാനാവും. പക്ഷികളെ സംരക്ഷിച്ചിരിക്കുന്ന കൂടുകളിൽ കോഴികളും താറാവും ലഗൂണും യമുപക്ഷിയും വരെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണാം. അതിനുശേഷം നാം കാണുന്ന കാർഷിക മ്യൂസിയം പുരാതന കാലം മുതലുള്ള കൃഷിയും ജീവിത രീതികളും കാർഷിക ഉപകരണങ്ങളും നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നു. നാനാദിക്കുകളിലേക്ക് ചാടാൻ വെമ്പുന്ന കുതിരകളുടെ സ്റ്റാച്യു, അത് സ്ഥാപിച്ചിരിക്കുന്ന കുളം നമ്മുടെ ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നാണ്. ഈ കുളവും ഇതിനോട് ചേർന്നുള്ള ആമ്പൽപ്പാടങ്ങളും അതിനോട് ചേർന്നുള്ള വിശാലമായ തെങ്ങിൻ തോപ്പുകളും നമ്മെ മറ്റൊരു ലോകത്തെത്തിക്കും എന്നതിൽ സംശയമില്ല. പുറത്തേക്ക് കടക്കാൻ മടങ്ങി വരുമ്പോൾ കാണുന്ന ഈ ചിന്തകൾ നമ്മെ
സ്വാധീനിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ ജാതി സ്നേഹമാണ്, ഞങ്ങളുടെ മതം മണ്ണാണ്, ഞങ്ങളുടെ വർണ്ണം പ്രകൃതിയാണ്, ഞങ്ങളുടെ വർഗം അധ്വാനമാണ്. മണ്ണിൽ അധ്വാനിച്ച് പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ. മണ്ണിനെ അറിയൂ, മനുഷ്യനാകൂ. ശരിക്കും ഒരു മനുഷ്യനായിട്ടാവും നാം ഇവിടെ നിന്നും പുറത്തേക്ക് കടക്കുന്നത്.